ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും CCNA ക്ലാസ്സിലോട്ട് വീണ്ടും സ്വാഗതം. ഈ വീഡിയോ പാർട്ടിൽ നമ്മൾ IP അഡ്രസ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഈ IP അഡ്രസ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇതെന്തിനാണ് ഈ IP അഡ്രസ്സ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു TCP/IP നെറ്റ്വർക്ക് ഇനേബിൾ ചെയ്തിട്ടുള്ള ഒരു മെഷീനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആ മെഷീനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് IP അഡ്രസ്സ് എന്ന് നമുക്ക് ജനറലി പറയാനായിട്ട് സാധിക്കും. അതായത് IP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ മെഷീനിൽ ഈ നെറ്റ്വർക്ക് ഐക്കൺ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയും ഓപ്പൺ നെറ്റ്വർക്കാണ് ഷെയറിംഗ് സെൻറ്റർ ഓപ്പൺ ചെയ്യുകയും ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ് എടുക്കുകയും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ NIC ഒക്കെ കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് കാരണം ഇവിടെ VMware ഇനേബിൾ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അഡീഷണൽ NIC ഒക്കെ കാണിക്കുന്നത്. പിന്നെ ഇത് വൈഫൈയുടെയാണ്. ഇതാണ് കേബിൾ കണക്ഷൻ്റെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടീസ് എടുക്കാൻ സാധിക്കും. അതിൽ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുകയും ഇങ്ങനെ നോക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 6, അതുപോലെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ ഈ ടിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് IP അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരത്തുള്ളൂ. അതായത് TCP/IP എന്ന് പറയുന്ന ഈ ഫീച്ചർ നമ്മൾ ഇനേബിൾ ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ കയറുകയും IP അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ TCP/IP ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് ഇത് TCP/IP ഇനേബിൾഡ് ആയിട്ടുള്ള മെഷീൻസിൽ നമുക്ക് IP അഡ്രസ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അഡ്രസ്സുകളാണ് IP അഡ്രസ്സുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് IP വേർഷൻ 4, അതുപോലെ രണ്ടാമത്തെന്ന് പറയുന്നത് IP വേർഷൻ 6. IPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ്. അതായത് IP അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഈ IPv4 ഉണ്ട്, അതുപോലെ തന്നെ IPv6 ഉണ്ട്. IPv5 ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ, അത് ജസ്റ്റ് വന്ന വഴി തന്നെ പോയി. ഇപ്പോൾ നമ്മളുടെ കമ്പനികളിലൊക്കെ നമ്മൾക്ക് ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഈ IPv4 അഡ്രസ്സ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ IPv6ഉം V6 വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ IPv6 നമുക്ക് നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്ക് IPv6ലെ പറ്റി കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അറിയാം. നമ്മൾക്കിപ്പോൾ ഇത് വലിയ തോതിൽ തന്നെ നമ്മളുടെ കമ്പനികളിലൊക്കെ നമുക്കിപ്പോഴും IPv4 അഡ്രസ്സ് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4 അഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ IPv4 അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4 അത് 32 ബിറ്റ് അഡ്രസ്സാണ്. 32 ബിറ്റ് ഉണ്ട് അതിനകത്ത് അഡ്രസ്സുകൾ. ഓക്കെ, 32 ബിറ്റിലാണ് അതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ IPv6നെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് 128 ബിറ്റിലാണ്. 128 ബിറ്റ് അത് ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ്. ഹെക്സാഡെസിമൽ ഫോർമാറ്റ്. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് 0 to 9, പിന്നെ ഉണ്ട് ഇതൊക്കെയുണ്ട് A to F വരെയുണ്ട് അല്ലേ. ബേസ് വാല്യൂ 16 ആണ്. അതായത് IPv6നെ ഡിനോട്ട് ചെയ്യാനായിട്ട് A0 to 9ഉം അതുപോലെ A to Fഉം ഉപയോഗിക്കും. അതായത് IPv4ലാണെങ്കിൽ അത് 32 ബിറ്റ് മാത്രമേ ഉള്ളൂ. അത് 32 ബിറ്റ് അഡ്രസ്സാണത്. ഓക്കെ, ഇനി ഈ IPv4നെ പറ്റി നമ്മൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. IPv4 ശരിക്കും പഠിച്ചതിന് ശേഷമേ ഉള്ളൂ നമ്മൾ IPv6ലോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ IPv4 എന്ന് പറയുന്നത് 32 ബിറ്റ് അഡ്രസ്സാണ്. 32 ബിറ്റ് അഡ്രസ്സാണ്. ഇതിനെ പ്രധാനമായിട്ടും
4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഡിവൈഡഡ് ഇൻറ്റു 4 പോർഷൻസ്. നാല് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതായത് ടോട്ടൽ 32 ബിറ്റാണുള്ളത്. ആ 32 ബിറ്റിനെ 4 ഡിവൈഡ് ചെയ്താൽ ഓരോ പോർഷനിൽ എത്ര വെച്ച് വരും? 1 2 3 4. അതായത് ഓരോ പോർഷനിൽ നമുക്ക് എത്ര വെച്ച് കൊടുക്കാൻ സാധിക്കും? 8 ബിറ്റുകൾ വീതം കൊടുക്കാൻ സാധിക്കും അല്ലേ? 8 ബിറ്റ് വീതമുള്ള 4 പോർഷൻസുകൾ. അതായത് അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 32 ബിറ്റുകൾ ടോട്ടൽ വന്നു. അതായത് 4 പോർഷൻ 32 ബിറ്റിനെ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 4 പോർഷൻസിലും 8 ബിറ്റുകളാണ് ഉള്ളത്. ഓരോ പോർഷനും 8 ബിറ്റുകൾ വീതമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 32 ബിറ്റാണ് IPv4 ഉപയോഗിക്കുന്നത്. ഈ 8 ബിറ്റുകളുള്ള ഈ പോർഷനെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് ഒക്ടറ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. ഒക്ടറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് 8 ബിറ്റുകളാണ് അതിനകത്തുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മൾ നേരെ ബൈനറി ഡെസിമലുമായിട്ട് കൺവേർട്ട് ചെയ്ത് ഡെസിമലിനെ ബൈനറി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ ഇതിനകത്ത് 8 ബിറ്റുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതായത് ഇതിനകത്ത് നമുക്ക് 8 ബിറ്റുകൾ എന്ന് പറയുമ്പോഴത്തേനും, അതായത് ബൈനറിയിൽ എഴുതുമ്പോഴത്തേനും, അതായത് ബൈനറി ആക്കുമ്പോഴത്തേനും 0 0 0 0 0 0 0 0 8 ബിറ്റുകൾ. അതായത് ഒന്നെങ്കിൽ സീറോസ് ആകാം അല്ലെങ്കിൽ വൺസ് ആകാം അല്ലേ? അപ്പോൾ ഈ എല്ലാ പോർഷനും ഈ 8 ബിറ്റ് പോർഷനിലും 0 ആയിട്ട് വരുന്ന അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറിയ വാല്യൂ. അതായത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ എത്രയാണ് അപ്പോൾ, അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ എത്രയാണ്? 0 വന്നു അല്ലേ? ഇനി നമ്മൾക്കിതിനെ 1 എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ 1 അല്ലേ? അങ്ങനെ അങ്ങ് പോവുകയാണ്. അങ്ങനെ ഈ ഉള്ള 8 പോർഷനുകളും ഈ 8 ബിറ്റിൻ്റെ പോർഷനുകളും 1 ആകുന്ന കണ്ടീഷൻ വരുമ്പോൾ 3 4 5 6 7 8 അത് എത്രയാവും അതിൻ്റെ വാല്യൂ? അതിൻ്റെ വാല്യൂ 255 ആകും. ഓക്കെ. അപ്പോൾ അതായത് നമ്മൾക്ക് ഈ 8 ബിറ്റുകളുള്ള ഓരോ പോർഷനിലും മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 to 255 വരെ ആയിരിക്കും. 0 to 255 0 to 255 0 to 255. ഓക്കെ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴത്തേനും നമ്മൾക്ക് അറിയാം 0 1 2 3 4 5 അങ്ങനെ അങ്ങ് പോവല്ലേ, 255 വരെ വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ IP അഡ്രസ്സിൻ്റെ ഈ 4 ബ്ലോക്സ് ഉണ്ടെന്ന് പറയാം. ഇത് 8 ബിറ്റുകളുള്ള 4 ബ്ലോക്സ് ഉണ്ട്. അതായത് ഓരോ ഒക്ടറ്റിനെയും ഡോട്ട് കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഈ ഡെസിമലിനെയൊക്കെ ഡോട്ട് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് IP അഡ്രസ്സ് എഴുതുമ്പോഴത്തേനും, അതായത് ഇപ്പോൾ 0ഉം 1ഉം വന്ന് 0 to 1 255 വരെ വരുമെന്ന് പറഞ്ഞല്ലോ. അതിനിടയ്ക്കുള്ളൊരു വാല്യൂ ആണ് 192. അപ്പോൾ ഈ 192 വരുമ്പോഴത്തെ ഇവിടെ 192 വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0ഉം 1ഉം ആകുമ്പോഴത്തേനാണ് 192 ആവുന്നത്. 192 ഡോട്ട് 168 ഡോട്ട് 1 ഡോട്ട് 1. അതായത് ഈ 4 പോർഷനും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ 192 168 1 ഡോട്ട് 1. ഇതാണ് ഒരു IP അഡ്രസ്സിൻ്റെ എക്സാമ്പിളാണിത്. അതായത് ഈ ആദ്യത്തെ പോർഷന് 192 വന്നു, രണ്ടാമത്തത് 168, മൂന്നാമത്തെ 1, നാലാമത്തെ ഇങ്ങനെ വന്നു കഴിയും. അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള 0ഉം 1ഉം ഇവിടെ ചേഞ്ചസ് ആവും. അപ്പോൾ ഈ ഓരോ ബ്ലോക്സിനെയും അല്ലെങ്കിൽ ഓരോ ഒക്ടറ്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡോട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡെസിമലായിട്ട് നമുക്ക് IP അഡ്രസ്സ് എഴുതാനായിട്ട് സാധിക്കും. അതിനെ ഇങ്ങനെ ഓരോ ഡോട്ടുകൾ കൊണ്ട് ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ബൈനറി കൺവേർഷൻസ് നടക്കുമ്പോൾ 0 മുതൽ 255 വരെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ എത്ര തൊട്ട് എത്ര വരെ ആവാം? ഇവിടെ 0 മുതൽ 255 വരെ ഉള്ള എന്ത് വേണമെങ്കിലും ഓരോ പോർഷൻസിലും ആകാം. അപ്പോൾ നമ്മൾക്കിനി IP അഡ്രസ്സിനെ പ്രധാനമായിട്ട് ഇനി കുറേ
കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് ക്ലാസ്സിലോട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ ഐ പി അഡ്രസ്സ് എഴുതി വിട്ടാൽ മതിയോ? പോരാ. ഇതിനെ ഒരു ഇത് കൊടുക്കണ്ടേ, അതായത് ക്ലാസിഫിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അതിനെ ഡിഫറെൻറ്റ് ക്ലാസ്സായിട്ട് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ക്ലാസ് എ, ക്ലാസ് എ എന്ന് പറയുമ്പോഴത്തേനും 1 തൊട്ട് 126 വരെയാണ് അതിൻ്റെ വാല്യൂ. അതായത് ഈ ആദ്യത്തെ ഈ സെക്ഷനിൽ 1 മുതൽ 126. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 തൊട്ട് 126 വരെയുള്ള ഇടയ്ക്കത്തുള്ള ഒരു 10, ആദ്യം 10 തുടങ്ങി 10.1.2.5 എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ഐ പി അഡ്രസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ 10 കാണുമ്പോഴത്തേനും കരുതിക്കണം അത് ക്ലാസ് എയിൽ പെട്ടതാണ്. ഇനി ക്ലാസ് ബി ഉണ്ട്. ക്ലാസ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 128 മുതൽ 191 വരെയാണ് ക്ലാസ് ബി അഡ്രസ്സിൻ്റെ റേഞ്ച്. ക്ലാസ് ബി അഡ്രസ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 128 മുതൽ 191 വരെയാണ്. അപ്പോൾ ഒരു 172.121.5.1 എന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും, അതായത് ഈ 172 എന്ന് പറയുന്നത് എത്രയാണ്? 128-നും 191-നും ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കണം അത് ക്ലാസ് ബിയിൽപ്പെട്ട ഐ പി അഡ്രസ്സാണ്. ഇനി അടുത്താണ് ക്ലാസ് സി. ക്ലാസ് സി എന്ന് പറയുമ്പോഴത്തേനും 192 മുതൽ 223 വരെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. നിങ്ങളിവിടെയെല്ലാം നേരത്തെ കാണിച്ച പോലെ ഈ ഒരു 192 ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ക്ലാസ് സിയിൽപ്പെട്ട ഐ പി അഡ്രസ്സാണെന്ന്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ 3 ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്നിവയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ നെറ്റ്വർക്കിന് ഉപയോഗിക്കാനായിട്ട്, നെറ്റ്വർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐ പി അഡ്രസ്സുകൾ. ഓക്കെ. ഇനി വേറെ 2 ക്ലാസ് കൂടെയുണ്ട്. ക്ലാസ് ഡി എന്നും അതുപോലെ തന്നെ ക്ലാസ് ഇയും ഉണ്ട്. ഈ ക്ലാസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 224 മുതൽ 239 വരെയാണ്. അത് പ്രധാനമായിട്ടും മൾട്ടി കാസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മൾ വരുന്ന വഴിയെ പഠിക്കും. അടുത്തത് ക്ലാസ് സി എന്ന് പറയുന്നത് 240 മുതൽ 255 വരെയാണ്. ഇത് റിസർച്ച് പരമായിട്ടുള്ള പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടും ക്ലാസ് 4-ൽ, അതായത് ഐ പി വേർഷൻ 4-ൽ പ്രധാനമായിട്ടും 5 ക്ലാസ്സുകളായിട്ട് ഐ പി അഡ്രസ്സുകളെ തിരിച്ചിരിക്കുകയാണ്. അതിൽ ക്ലാസ് എ, ബി, സി എന്നിവയാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി ഇവിടെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. അതായത് ഇവിടെ 1 to 126 വരെ കാണിച്ചു. 128 തൊട്ടാണ് പിന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 127 എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രധാനമായിട്ടും 127 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ലൂപ്പ് ബാക്ക് അഡ്രസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ലൂപ്പ് ബാക്ക് എന്താണെന്ന് പിന്നീടുള്ള ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഞാൻ കുറച്ച് ഐ പി അഡ്രസ്സുകൾ എഴുതാം. അത് ഏത് ക്ലാസ്സിൽ പെട്ടതാണെന്ന് നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അതായത് 192, 10, 254, 129 ഇതേത് ക്ലാസ്സിൽ പെട്ടാണ് നിങ്ങൾ എഴുതണം. അതുപോലെ 128, 10, 254, 128 ഇതേത് ക്ലാസ്. അതുപോലെ 10.129.192, 258. അതുപോലെ തന്നെ 225, 198, 76, 115. അതുപോലെ തന്നെ 242, 221, 188, 78. ഇപ്പം ഇത് ഏതൊക്കെ ഇതിൽപ്പെട്ടതാണെന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പാട്ടിൽ കാണാം.